ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമൊക്കെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്. വെറുതെ അല്ല കേട്ടോ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. എക്സാം കഴിഞ്ഞുടനെ ആർട്സ്, അതിൻ്റെ പ്രാക്ടീസ്. ഇന്നലെയാണ് ആർട്സ് തീർന്നത്. ഇന്നാണ് കുറച്ചൊന്ന് ഫ്രീ ആയത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇടുന്നത് ആർട്സ് ഡേയുടെ വീഡിയോ ആണെന്ന്. എന്നാൽ അല്ല. ഞങ്ങളെ കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ അങ്ങനെ പറയത്തക്ക ഒരു ഓഡിറ്റോറിയം ഹാൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഒരു ഓഡിറ്റോറിയം, സ്റ്റേജ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പഠിക്കുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കോളേജിലാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇനാഗുറേഷൻ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരമായിരുന്നു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 4 മണി മുതൽ 7 മണി വരെ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നെഹേഡൻ ബാച്ചിൻ്റെ ഒരു സൂപ്പർ മ്യൂസിക്കൽ ഇവൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. അച്ഛന്മാരെന്ന് പറയുമ്പം കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. കുറേ തിരുമേനിമാരൊക്കെ ഉണ്ട്. അപ്പം അവരുടെ കുറേ പ്രാർത്ഥനകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഹാള് മൊത്തം വെഞ്ചരിച്ചു. അവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലൊക്കെ ഈ ആമേൻ എന്ന് പറയുമല്ലോ, ആ പറയുന്ന സമയത്ത് നമ്മൾ ആമീൻ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ സംഭവം അവിടെ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. കോളേജൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോഫിയും പിന്നെ ഈ ഒരു കേക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്നാക്സ് ഒക്കെ ആയിട്ട്. അതൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയി വീണ്ടും ഹാളിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ മാഡത്തിൻ്റെ ഒരു പാട്ടും കേട്ടു. അങ്ങനെ മാഡത്തിൻ്റെ പാട്ടൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ കോളേജിൻ്റെ ഹിസ്റ്ററിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 20-22 വർഷമായി നമ്മുടെ കോളേജ് വന്നിട്ട്. മാത്രമല്ല കേട്ടോ, കോളേജിന് കുറേ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവാർഡൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയായിരുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഫൗണ്ടേഴ്സ് ഡേയും കൂടാണ് കേട്ടോ. അപ്പം നമ്മുടെ വെഞ്ചരിക്കൽ പരിപാടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം മിനിസ്റ്ററൊക്കെ വന്നു, ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-7:30 മണി ആയി. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറി ചില്ലായി പാട്ടൊക്കെ ഇട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. ഏകദേശം ആറ്റിങ്ങൽ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8:30 മണിയെങ്കിലും ആയി കാണണം. അങ്ങനെ 8:30-ക്കുള്ള ലാസ്റ്റ് ബസ്സിൽ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പം ശരി, ടാറ്റാ.